രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം എന്തായിരുന്നു? എ. റഷ്യയുടെ പോളണ്ട് ആക്രമണം. ബി. റഷ്യയുടെ ബെൽജിയം ഇടപെടൽ. സി. ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം. ആൻസർ സി. ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിലെ ജർമ്മനിയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ജർമ്മൻ സൈനിക മേധാവി ആരായിരുന്നു? എ. ഗീബൽസ്. ബി. ഇർവിൻ റോമൻ. സി. ഡേവിഡ് ഹെസെ. ആൻസർ ബി. ഇർവിൻ റോമൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പ്രകടമായി പങ്കെടുക്കാതിരുന്ന അമേരിക്കയെ യുദ്ധരംഗത്തേക്ക് കൊണ്ടുവന്ന സംഭവം എന്തായിരുന്നു? എ. പേൾ ഹാർബർ ആക്രമണം. ബി. ലൂസിറ്റാനിയ സംഭവം. സി. സ്റ്റുഡൻലാൻഡ് സംഭവം. ആൻസർ എ. പേൾ ഹാർബർ സംഭവം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആദ്യം കീഴടങ്ങിയ അച്ചുതണ്ട് ശക്തി സഖ്യത്തിലെ രാജ്യം ഏതാണ്? എ. റഷ്യ. ബി. ഇറ്റലി. സി. ജപ്പാൻ. ആൻസർ ബി. ഇറ്റലി. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ ലോകത്ത് ആദ്യമായി ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് പ്രയോഗിച്ചത് എന്ന്? എ. 1945 സെപ്റ്റംബർ 6. ബി. 1945 ഓഗസ്റ്റ് 9. സി. 1945 ഓഗസ്റ്റ് 6. ആൻസർ സി. 1945 ഓഗസ്റ്റ് 6. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാഗസാക്കിയിൽ ഫാറ്റ്മാൻ എന്ന അണുബോംബ് അമേരിക്ക പ്രയോഗിച്ചത് എന്നാണ്? എ. 1945 സെപ്റ്റംബർ 6. ബി. 1945 ഓഗസ്റ്റ് 9. സി. 1945 സെപ്റ്റംബർ 9. ആൻസർ ബി. 1945 ഓഗസ്റ്റ് 9. ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ആണവ ദുരന്തത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷികൾ എന്നറിയപ്പെടുന്നത് ആരെയാണ്? എ. ഹിബാകുഷ. ബി. സമുറായി. സി. സഡാക്കോ. ആൻസർ എ. ഹിബാകുഷ. ഇന്ന് ലോകത്ത് യുദ്ധവിരുദ്ധതയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന ആണവ ദുരന്തത്തിനിരയായ ജപ്പാൻ ബാലികയുടെ പാവകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? എ. സുയൂക്കി. ബി. സമുറായി. സി. സഡാക്കോ. ആൻസർ സി. സഡാക്കോ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് തകർക്കപ്പെട്ട സ്പാനിഷ് നഗരത്തിൻ്റെ ചിത്രമായ ഗൂർണിക്ക വരച്ചതാര്? എ. പിക്കാസോ. ബി. മൈക്കലാഞ്ചലോ. സി. ഡാവിഞ്ചി. ആൻസർ എ. പിക്കാസോ. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ മണി മുഴങ്ങുന്നത് ആർക്കു വേണ്ടി എന്ന കൃതി രചിച്ചത് ആര്? എ. അഗത ക്രിസ്റ്റി. ബി. ഏണസ്റ്റ് ഹെമിംഗ്വേ. സി. വിർജീനിയ വൂൾഫ്. ആൻസർ ബി. ഏണസ്റ്റ് ഹെമിംഗ്വേ.